ഇവിടെ ഞാൻ തന്നെയാണ് ഫസ്റ്റിൽ ഒന്ന് എടുത്തത്. നിലവിൽ 2 പേരാണ് ഉണ്ടായിരുന്നത് അല്ലേ? ഡ്രൈവറും കൊച്ചും ഉണ്ടായിരുന്നു. രണ്ടുപേർ. ഭാര്യയും ഭർത്താവും എന്ന് എനിക്കൊരു പിടിയില്ല. അങ്ങനെ പറഞ്ഞത് എന്തോ പറഞ്ഞു. ഞാൻ അവനെ പിടിച്ചിറക്കിയവൻ പറഞ്ഞത് നീ എവിടെ ഉള്ളതെന്ന് പറഞ്ഞു. വിതിരയിലാണ്. ഭാര്യ അതിൻ്റെ അടുത്തുള്ള സ്ത്രീ അതിൻ്റെ അടുത്തുള്ളതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെ ഈ വിളിയായിട്ടുകൊണ്ടാണ് ഞാൻ പിടിച്ച ഇതിനകത്തൂടെ കയറിയത്. എന്നിട്ടാണ് വെട്ടോത്തി എടുത്തുകൊണ്ട് വെട്ടിമുറിച്ചത്. നാട്ടുകാരെല്ലാം അപ്പോഴേക്കും രക്ഷാപ്രവർത്തനം കുറച്ച് പേരെ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചത് വെട്ടോത്തി കടയിൽ ചെന്ന് എടുത്തുകൊണ്ട് വന്ന് ഫയർഫോഴ്സൊക്കെ അപ്പോൾ തന്നെ ഫയർഫോഴ്സ് ഒരു 10-15-20 മിനിറ്റായി. ഈ വാഹനം പൂർണ്ണമായിട്ട് എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം? ഞങ്ങൾ ഒരു വലിയ കമര തലയിലാണ് ഇരുന്നത്. വലിയ കമരം വെട്ടിമുറിച്ച് വന്നപ്പോൾ ഫയർഫോഴ്സ് വന്നു. ആദ്യം പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയ എന്താണ് ഇവർക്ക് വലിയ ഗുരുതര വിളിച്ചു. ഞാൻ വന്ന അടുത്ത് വന്ന് കൈ കൊണ്ട് തട്ടുന്നേരം അവർ ഭയങ്കര വിളിയായിരുന്നു. പിന്നെ പോകാൻ കിട്ടും. നല്ലത് വേറെ പൂർണ്ണമായിട്ട് ഗതാഗത യോഗ്യമാണ്. ഇതിന് ഒരു മണിക്കൂർ കഴിയും. 1 മണിക്കൂർ കഴിയും. ഈ സമയത്ത് ഇവിടെ ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ തൊട്ടപ്പുറത്തിരിക്കുകയാണ്. സന്ധ്യ പറയുന്നതുപോലെ രക്ഷാപ്രവർത്തനവുമായി മുൻപോട്ട് തന്നെ ഫയർഫോഴ്സ് പോയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഒഴിവായത്. ഇത് പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റണമെങ്കിൽ ഇനിയും മണിക്കൂറുകളുടെ പരിശ്രമം ആവശ്യമുണ്ട്. ഒരു ആൽമരമാണെന്നാണ് എനിക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അത്രത്തോളം വലിപ്പമുള്ള ശിഖരങ്ങളുള്ള മരമാണ്. ആ ശിഖരങ്ങളാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വന്ന് ഈ ഓട്ടോക്കാരനെ തകർത്തത് എന്ന് പറയാം. വേറെയും വാഹനങ്ങൾ ഇതിനൊപ്പം ഉണ്ടായിരുന്നു. ആ വാഹനത്തിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്തായാലും ഇവർക്കും ഗുരുതര പരിക്കുകളാണെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യമായി ഇടപെട്ട ഒരു ആളാണ് നമുക്കൊപ്പം നേരത്തെ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ അവരെക്കുറിച്ച് കൂടുതൽ വിവരം ലഭ്യമല്ല. യാത്രക്കാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. കാരണം വിദുര എന്നൊരു വാക്ക് മാത്രമാണ് ആ പുരുഷന്റെ വായിൽ നിന്ന് വന്നത്. അതുകൊണ്ട് വിദുര സ്വദേശികളാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇരിക്കുന്നത്. മറ്റു വിവരങ്ങളൊന്നും യാത്രക്കാരെ കുറിച്ച് ലഭ്യമല്ല. എന്തായാലും മരം മുറിച്ചു മാറ്റുന്ന നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘം അവിടെയുണ്ട്. ഫയർഫോഴ്സ് സംഘം കൃത്യമായി ഇടപെട്ടതുകൊണ്ട് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ സാധിച്ചു. നാട്ടുകാരും എല്ലാം അവിടെ കൂടി നിൽക്കുന്നുണ്ട്. മരം മുറിച്ചു മാറ്റാനുള്ള നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. കാറിലുണ്ടായിരുന്ന 2 പേരുടെയും ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഗൂഗിൾ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഗൂഗിൾ, ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു അല്ലേ? സന്ധ്യ, തീർച്ചയായും രക്ഷാപ്രവർത്തനം ആ സമയത്ത് തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഈ വഴിയില റോഡ് പൂർണ്ണമായിട്ടും വലിയ രീതിയിൽ വാഹന ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ്. പക്ഷേ ആ സമയത്ത് ഇന്നത്തെ ദിവസം അവധി ദിനമായതുകൊണ്ട് അത്രത്തോളം ഗതാഗതം ഉണ്ടായിരുന്നില്ല. ഒപ്പം വാഹനങ്ങൾ പിറകെ വന്ന വാഹനങ്ങൾക്കൊക്കെ ഈ മരം വീഴുന്ന ഒരു സാഹചര്യത്തിൽ ഒഴിഞ്ഞു മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. പല വാഹനങ്ങളും ഈ ഓട്ടോക്കാരന്റെ കുറെ കൂടെ പിൻപിലായതുകൊണ്ട് തന്നെ അവർക്ക് വാഹനം ഇത്തരത്തിൽ മരം കടപുഴകുന്നത് കണ്ടുകൊണ്ട് തന്നെ കൃത്യമായി ഒഴിഞ്ഞു മാറാൻ സാധിച്ചു. പക്ഷേ ഇവർക്കത് സാധിച്ചില്ല. കാരണം അവർ ആ മരത്തിന്റെ ചുവട്ടിലേക്ക് തന്നെ എത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മരം വളരെ പെട്ടെന്ന് തന്നെ കടപുഴകി വീഴുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പല പ്രദേശങ്ങളിലും ഇനിയിപ്പം വരാൻ പോകുന്നത് കനത്ത മഴയും കാറ്റും ഒക്കെയാണ്. ആ കനത്ത മഴയിലും കാറ്റിലും എന്തായാലും കൂടുതൽ മരങ്ങളൊക്കെ തന്നെ കടപുഴകാനുള്ള വാർത്തകളും ഒക്കെ തന്നെ മുൻപോട്ട് വരാനിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മരം ഇപ്പോൾ നിലവിൽ കടപുഴകാനുള്ള ഒരു സാഹചര്യം, ഇതിന്റെ ചുവട്ടിൽ അധികം മണ്ണുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കടപുഴകിയെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഫയർഫോഴ്സ് അടക്കം നിലവിൽ വിലയിരുത്തുന്ന ഒരു അനുമാനം. അത്തരത്തിലാണ്, മണ്ണുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മരം കടപുഴകിയതാണ് ശക്തമായ കാറ്റിലും മഴയിലും. ഇതൊക്കെ മുൻപേ ഈ അപകടം ക്ഷണിച്ചു വരുത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ മരമൊക്കെ മുൻപേ ഇത്തരത്തിൽ ചുവട്ടിൽ മണ്ണില്ലാത്ത മരങ്ങളൊക്കെ വെട്ടി മാറ്റേണ്ടത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ റോഡിന്റെ വശത്താണ്, പാതയുടെ വശത്താണ് സ്വാഭാവികമായിട്ടും വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഒരുപാടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അത് കൃത്യമായി മുൻപോട്ട് പോയിരുന്നെങ്കിൽ, അത്തരത്തിൽ മരം മുറിച്ചു മാറ്റുന്ന ഒരു നടപടിയുമായി മുൻപോട്ട് പോയിരുന്നെങ്കിൽ, അപകട നിലയിൽ നിൽക്കുന്ന മരമായതുകൊണ്ട് തന്നെ മുൻപോട്ട് മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു വലിയ അപകടം ഒഴിവായേക്കാമായിരുന്നു. പക്ഷേ അതിവിടെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ആദ്യ ഘട്ടത്തിൽ നടന്നത്. ഒപ്പം ചില്ലകൾ മുറിച്ചു മാറ്റിയ ശേഷം ഈ കാറിലുണ്ടായിരുന്ന സ്ത്രീയെ രക്ഷപ്പെടുത്താനായിരുന്നു ആദ്യ ശ്രമം. വാഹനത്തിൽ ഒരു സ്ത്രീയും പുരുഷനുമാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാർ ചോദിച്ചപ്പോൾ പുരുഷൻ വിദുര സ്വദേശിയാണെന്നാണ് പറഞ്ഞത്. ഇവർക്ക് 35
35 വയസ്സ് പ്രായം വരുമെന്നാണ് മെഡിക്കൽ കോളേജ് ജീവനക്കാരടക്കം പറഞ്ഞത്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ മരത്തിന്റെ ചില്ലകൾ മുറിച്ച ശേഷം വാഹനത്തിൽ നിന്ന് ഇവരെ മാറ്റുന്ന ഒരു നടപടികളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ പുരുഷൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതി ആദ്യം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ പിന്നീട് രണ്ടാമത്തെ ഘട്ടത്തിലെത്തിക്കുമ്പോൾ പുരുഷനും ബോധം മറയുന്ന ഒരു അവസ്ഥയുണ്ടായി. സ്ത്രീക്കും ഇത്തരത്തിൽ സ്ത്രീയെ പുറത്തെടുക്കുന്നതിൽ കുറച്ച് സമയം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നു. കാരണം പ്രധാന ചില്ലകളൊക്കെ മരത്തിന്റെ വലിയ ശക്തമായ വൻ ചില്ലകളൊക്കെ തന്നെ ഈ സ്ത്രീ ഇരുന്ന ഭാഗത്തായിരുന്നു ശക്തിയായി പതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പുറത്തെത്തിക്കുന്നതിൽ കുറച്ച് സമയം ഫയർഫോഴ്സിനെ കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. എന്തായാലും പരിശ്രമങ്ങൾക്കൊടുവിൽ അവരെ പുറത്തെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇവരെ രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ ഭാഗത്തിലേക്ക് തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ മരമാണ് പതിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ആ കാറ് കാണുമ്പോൾ തന്നെ അറിയാം. അതിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്ന സ്ഥിതിയാണ്. ഇതൊക്കെ തന്നെ ഇവരുടെ തലയിൽ അടിച്ചു എന്നുള്ളതാണ് നമുക്ക് ഫയർഫോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരം.